ഏതാണ്ട് 3-4 കൊല്ലം മുമ്പ് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഈ ആനിമി എന്താണ് അതിനെപ്പറ്റി വലിയ അവബോധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് പേരിലേക്ക് ഈ ഒരു സാധനം എത്തിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരിലേക്കും എത്തിയെന്നല്ല, ഒരു ചെറിയൊരു ശതമാനം ആളുകൾക്ക് ഈ സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ മനസ്സിലാക്കിയ ആളുകൾക്ക് പോലും ഒരു സംശയം നിലനിർത്തിക്കൊണ്ട് ഒരുപാട് തർക്കങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് ആനിമി വേഴ്സസ് കാർട്ടൂൺ. ശരിക്കും എന്താണ് ഈ ആനിമി എന്ന് പറയുന്നത്, എന്താണ് ഈ ഒരു കാർട്ടൂൺ എന്ന് പറയുന്നത്? ശരിക്കും തുടക്ക സമയത്ത് എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ തേടിപ്പോയി പിന്നീടാണ് മനസ്സിലാക്കിയെടുത്തത്. ഇപ്പോൾ നാളെ നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും ആനിമി എന്ന് പറയുന്നത് ഒരു കാർട്ടൂണാണ്. എന്താ ബ്രോ ഇങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് ബോധമില്ല ബ്രോ, ഇത് ആനിമി എന്ന് പറയുന്നത് കാർട്ടൂൺ അല്ല, കാർട്ടൂൺ പിള്ളേർക്കുള്ളതാണ്, ആനിമി വേറെ ലെവലാണ്. അറിയില്ലെങ്കിൽ പൊത്തിയിട്ടിരിക്കുക, അല്ലാതെ കണക്ക് ഉണക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമന്റ് ബോക്സിൽ പൊങ്കാലിടുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മൊത്തം ഒന്ന് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ വിതൗട്ട് ദ വേ, ദിസ് ഇസ് സിനിമ ഓസ്ട്രേലിയ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് ആനിമി വേഴ്സസ് കാർട്ടൂൺ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാർട്ടൂൺ എന്താണ്, അത് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെ ഇവിടെ എത്തി നിൽക്കുന്നു. പൊതുവെ പത്രങ്ങളിലൊക്കെ അപ്പോഴത്തെ ഒരു സോഷ്യൽ സ്റ്റാൻസും ഓരോരുത്തർ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക കോമിക് ആർട്ട് പോലെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോഴത്തെ പത്രങ്ങളിൽ അധികം കാണാറില്ലെങ്കിൽ പോലും ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു നല്ലപോലെ. സോ ഇങ്ങനെ ഒരു ടൂണി ക്യാരക്ടേഴ്സ് വെച്ച് ഓരോരോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് കൺവേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു കോമിക് ഫോം ഉണ്ടല്ലോ, ഇതിനെയാണ് ആദ്യം കാർട്ടൂൺ എന്ന് വിളിച്ചു തുടങ്ങിയത്. എന്നാൽ വർഷപ്പോക്കിൽ ഇത് തന്നെ പിന്നീട് ഇവോൾവ് ആയി ഒരുപാട് കോമിക്സ് വരുന്നു. ആദ്യത്തെ മോഷൻ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് ഒരു മനുഷ്യൻ ഒരു കുതിര ഇങ്ങനെ ഓടിക്കുന്ന പോലത്തെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കോമിക്കിലെ മൾട്ടിപ്പിൾ ഡ്രോയിങ്സ് വെച്ചിട്ട് ആ ഒരു സീനിനെ നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് അവർ കണ്ടെത്തുകയാണ്. അതും എങ്ങനെ, ഒരു ഡിസ്കിനകത്ത് ഓരോ ചിത്രം വരച്ചിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ ഒരു രൂപം നമുക്ക് കിട്ടും. ഫെനക്കിസ്റ്റസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു വായിക്കൊള്ളാത്തൊരു പേരൊക്കെ ഈ സാധനത്തിന് അവർ ഇട്ടു. അതായത് അതിനകത്ത് ഓരോരോ ചിത്രം വരച്ചിട്ടുണ്ടാവും, അതിങ്ങനെ കറക്കുന്ന സമയത്ത് ആ ഒരു ചിത്രം മൂവ് ചെയ്യുന്ന പോലെ ഒരു ഇല്യൂഷൻ നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ആവും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ 8-ലോ 9-ലൊക്കെ ആയിട്ട് ഈ ഒരു ന്യൂട്ടന്റെ ഡിസ്ക് പഠിച്ചിട്ടുണ്ടല്ലേ. അതൊരു ഡിസ്കിനകത്ത് സമൂഹമായിട്ട് എല്ലാ കളേഴ്സും ഇട്ട ശേഷം അതിനെ ഭയങ്കര സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് ലൈറ്റ് മാത്രം നമ്മുടെ കണ്ണിൽ കാണുന്നുള്ളൂ. അത് ടോട്ടലി വേറൊരു ഏരിയയാണ്. ഞാൻ ചുമ്മാ ഈ ഡിസ്ക് ഇറക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിവേ, ഇതിലൂടെയാണ് ആനിമേഷൻ എന്ന ഒരു തോട്ട് അവരുടെ ഉള്ളിലോട്ട് വരുന്നത്. ഇന്നത്തെ കാലം പോലെ ഭയങ്കര സുലഭമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. ഒരു ലൈവ് ആക്ഷൻ സിനിമ എടുക്കുന്നതിനേക്കാളും ഭയങ്കര എഫേർട്ട് വേണം ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. ഇങ്ങനെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആനിമേഷന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന സമയത്താണ് മുമ്പുണ്ടായിരുന്ന കാർട്ടൂൺ എന്ന പേരിനെ കൊണ്ട് വാലാക്കിയിട്ട് ആനിമേറ്റഡ് കാർട്ടൂൺ എന്ന ഒരു പേര് അവർ ഇതിനകത്ത് കൊടുക്കുന്നു. എന്നാൽ വർഷപ്പോക്കിൽ ഒരുപാട് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് സംഭവിക്കുന്നു, നല്ല ആനിമേഷൻസ് ഉണ്ടാവുന്നു. എല്ലാവരും ഇതിനെ വിളിച്ച് ഇതിന്റെ പേര് ഇങ്ങനെ ചുരുങ്ങി കാർട്ടൂൺ എന്ന ഒരൊറ്റ വാക്കിലാക്കി. അപ്പോൾ ഇതുപോലുള്ള എവല്യൂഷനിൽ നടന്നുകൊണ്ടിരുന്നതെല്ലാം വെസ്റ്റേൺ സൈഡിലായിരുന്നു. പല രാജ്യങ്ങളും ഇതിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് പല ആനിമേഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി. എന്നാൽ ജപ്പാനിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ആൾറെഡി മാംഗ എന്ന് പറയുന്ന ഒരു കോമിക് ആർട്ട് ഫോം ഉണ്ടായിരുന്നു ഇതിനു മുമ്പേ. വെസ്റ്റേൺ കോമിക്സ് പോലെയല്ല ജാപ്പനീസിന്റെ കോമിക് ഉള്ളത്. അതിന്റെ ആർട്ട് ഫോം എല്ലാം ടോട്ടലി ഡിഫറെന്റ് ആണ്. അത് മാത്രമല്ല നമ്മളെ പോലെ അല്ല അവര് അവരുടെ മദർ ടങ് മാത്രമേ പഠിക്കത്തുള്ളൂ. അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ എന്നൊക്കെ പറയുമ്പോൾ അവർക്കെല്ലാം അവരുടേതായ ഒരു ഭാഷ ഉണ്ടായിരുന്നു, അവരത് മാത്രമേ പഠിക്കത്തുള്ളൂ. അതേപോലെ ജപ്പാനിലുള്ളവർ ജാപ്പനീസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സ്വന്തം ഭാഷയിൽ പ്രത്യേക ആർട്ട് ഫോമിൽ അവർ കൊണ്ടുവരുന്ന ഒരു കോമിക് ആയിരുന്നു മാംഗ എന്ന് പറയുന്നത്. ആനിമേഷൻ എന്ന ഒരു തോട്ട് ഇവരുടെ മൈൻഡിലേക്ക് വന്നപ്പോൾ സോഴ്സ് മെറ്റീരിയലിന് വേറെ എവിടെയും പോകേണ്ട ആവശ്യം വന്നില്ല, കാരണം മാംഗ തന്നെ ഇവരുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അതിനെ തന്നെ ആ ഒരു മാംഗേനെ തന്നെ അവർ ആനിമേറ്റ് ചെയ്ത് ആനിമേഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതിനൊരു പേരിടണമല്ലോ. സോ ആനിമേഷൻ എന്ന വാക്കിന്റെ വാലിലുള്ള ഏഷ്യനെ കട്ട് ചെയ്ത് അവർ ആനിമേ അവരുടെ ഭാഷയിൽ വിളിക്കാൻ സുഖമുള്ള രീതിയിൽ ആനിമേ എന്ന ഒരു പേരിട്ട് വിളിക്കാൻ തുടങ്ങി. പൊതുവെ നിങ്ങൾ ആനിമേ കണ്ടിട്ടുണ്ടെങ്കിൽ ജാപ്പനീസിന് ഇംഗ്ലീഷ് അങ്ങ് നല്ല രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ അവരുടെ രീതിയിലായിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇതുപോലെ It's a beautiful evening, ra. それ一体何のつもり？ You speak Japanese well. Mister. Oh. Turn left at the post office and walk straight. If you move, you fire. You are leader? I am mad scientist. United States. Chaos and invade. I didn't mean to surprise you guys. Now, why don't you put down those weapons? അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ വിളിക്കാൻ പറ്റുന്ന ഒരു പേരെന്ന രീതിയിലാണ് ആനിമി എന്ന ഒരു പേര് അവർ കണ്ടെത്തുന്നത്. ശരി, ഒന്നും വേണ്ട, സിനിമ ആൻഡ് മൂവി ഈ രണ്ടെണ്ണത്തിന്റെ വ്യത്യാസം എന്താ? രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയല്ലേ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കാർട്ടൂൺ ആണെങ്കിലും ആനിമി ആണെങ്കിലും രണ്ടും ആനിമേഷൻ ആണ്. വെസ്റ്റേൺ സൈഡിൽ ഈ ഒരു ആനിമേറ്റഡ് കാർട്ടൂൺ എന്ന പേരിൽ അറിയപ്പെടുമെങ്കിൽ ജാപ്പനീസിലോട്ടൊക്കെ വരുന്ന സമയത്ത് അത് ആനിമി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യനോട്ട് വരികയാണെങ്കിൽ ഇന്ത്യൻ ആനിമേഷൻ. വെസ്റ്റേണിൽ കോമിക് എന്ന് പറയുന്ന സാധനം ജാപ്പനീസിന് മാംഗയാണ്, ചൈനീസിന് അത് ഡോങ്കു ആണ്, കൊറിയൻസിന് അത് മാൻവേ ആണ്. അവരവരുടെ ഭാഷയിൽ പല പേരിൽ അത് അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ സംഭവം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ടെക്നിക്കലി കാർട്ടൂണും ആനിമി ഒന്നാണെന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരുപാട് വ്യത്യാസം വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് വൈസും ആർട്ട് ഫോം വൈസൊക്കെയാണ്. ഈ വ്യത്യാസം ഒട്ടും ചെറുതല്ല കേട്ടോ, ഭയങ്കര വലിയ ഡിഫറൻസ് ആണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ജോണർ അറിയാതെ കമ്പയർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത് മണി ഹീസ്റ്റ് ആണോ ഗെയിം ഓഫ് ത്രോൺസ് ആണോ ഏറ്റവും മികച്ചത്, ഡാർക്ക് ആണോ ബ്രേക്കിംഗ് ബാഡ് ആണോ ഏറ്റവും മികച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരു ബന്ധമില്ലാത്ത കമ്പാരിസൺ. ഏതാണ്ട് അതേപോലൊക്കെ തന്നെയാണ് ഈ ഒരു കാർട്ടൂൺ ആനിമീനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഡോറ ബുജിനെ നേരെ അറ്റാക്ക് ഓൺ ടൈറ്റൻ വെച്ച് കമ്പയർ ചെയ്യുന്നു, ടോം ആൻഡ് ജെറിയെ ഡീമൺ സ്ലെയർ വെച്ച് കമ്പയർ ചെയ്യുന്നു. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഏത് ഓഡിയൻസിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്.
അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്ന കാര്യമേ ഇല്ല. നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ചെറുപ്പത്തെ ഡോറ ബുജിയും അതേപോലെ തന്നെ ചോട്ടാ ഭീമും നിങ്ങൾ ആസ്വദിച്ചിട്ടേ ഇല്ല എന്ന്? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരെയാണ്, ബേബീസിനെയും ചെറിയ കുട്ടികളെയൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ പോയി ഡോറ ബുജി കണ്ടിട്ട് ഇത് എന്ത് പണ്ടാര എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയാനല്ല വേണ്ടത്. നിങ്ങൾ ആ ഒരു സാധനം ആസ്വദിക്കേണ്ട പ്രായം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് മോശമാകുന്നില്ല. ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന കാർട്ടൂണിന് ഒരു തരത്തിലുള്ള ബാരിയറും ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ആനിമയിൽ ഷോണൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ടീനേജേഴ്സിനെയാണ്. അതായത് ബേസിക്കലി ഒരു ടീനേജ് ഓഡിയൻസിന് എന്തൊക്കെ വേണോ അതെല്ലാം ആ ഒരു സാധനത്തിലുണ്ടാവും. ആക്ഷൻ ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, കുറച്ച് സിംപിയാനോ ഉണ്ട്. ഒരു ടീനേജർ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ അവർ ഡെലിവർ ചെയ്യും. ഡ്രാഗൺ ബോൾ, ഇപ്പൊ ബിഗ് 3 നിന്നുകൊണ്ടിരിക്കുന്ന വൺ പീസ്, നറൂട്ടോ, ബ്ലീച്ച്, മൈ ഹീറോ അക്കാഡമിയ, ബ്ലാക്ക് ക്ലവർ, ഇതെല്ലാം ഇതിനകത്ത് വിടുന്നതാണ്. പിന്നെ വലിയൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ആനിമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഹെൻറ്റായി എന്നൊരു വാക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്നത്. അത് മാറ്റണം. അതല്ല ആനിമെ എന്ന് പറയുന്നത്, അത് വേറൊരു കാറ്റഗറിയാണ്. ഓഫ്കോഴ്സ് ലോകം മൊത്തം ഇവരെ പോപ്പുലർ ആക്കിയത് ഈ ഒരു കാര്യമാണെന്ന് വെച്ച് മൊത്തം അതാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. ഇതിന്റെ തൊട്ട് താഴെയായിട്ട് എച്ച്, ഹാരം എന്നൊക്കെ പറഞ്ഞ് ചെറിയ കാറ്റഗറിക്ക് വരും. ഇപ്പൊ ടീനേജേഴ്സിനെയും യങ് അഡൾട്സിനെയും എല്ലാം ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ കാർട്ടൂൺ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെയും ഉണ്ട് ഒരുപാടെണ്ണം. ഫോർ എക്സാമ്പിൾ ഇൻവിൻസിബിൾ, റിക്ക് ആൻഡ് മോർട്ടി, DC-യുടെ കോമിക് ഫിലിംസ്, ആനിമേറ്റഡ് മൂവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വായിട്ടലയ്ക്കുന്നവരെല്ലാം പ്രധാനമായിട്ടും കുട്ടികൾ കാണുന്ന സാധനങ്ങളെ മാത്രമാണ് കാർട്ടൂൺ എന്ന് വിലയിരുത്തി വെച്ചേക്കുന്നത്. ബാക്കിയുള്ളതിനെയൊക്കെ ഇപ്പൊ നമ്മുടെ ജസ്റ്റിസ് ലീഗിന്റെ പടങ്ങൾ എടുക്കുക, അതിനൊക്കെ ആനിമേറ്റഡ് ഫിലിംസ്, ആനിമേറ്റഡ് മൂവീസ്, അല്ലെങ്കിൽ ബെൻടൻ എടുക്കുകയാണെങ്കിൽ റിക്ക് ആൻഡ് മോർട്ടി, ഇതിനെല്ലാം കാർട്ടൂണാക്കി താത്തിക്കെട്ടത് ഞാൻ അവിടെ കണ്ടിട്ടില്ല. പിന്നെ ഫാമിലി ഗൈ എന്ന് പറയുന്ന ആ ഒരു കാർട്ടൂണൊക്കെ ഏത് രീതിയിലാണ് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ പറയുന്നത്? സ്ട്രിക്ട്ലി അഡൽറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സീരീസ് ആണത്. അതിൽ ഏതെങ്കിലും എപ്പിസോഡ് നിങ്ങൾ ഒന്നുകൂടെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എത്ര മാത്രം അഡൽറ്റ് കണ്ടന്റ് സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, കാർട്ടൂൺ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന സാധനമല്ല, അതിന് വേറെയും കാറ്റഗറി ഉണ്ട്. ആനിമയിലുള്ള പോലെ പല പല പേരിൽ അറിയപ്പെടുന്നില്ല എന്ന് മാത്രം. ആനിമ എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ സെക്ഷനും അവർ പ്രത്യേകം പേര് കൊടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പേരൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഇതൊക്കെ കാർട്ടൂണാണ്, ഇതൊക്കെ പിള്ളേർക്കുള്ളതാണ്. ആനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺ അനദർ ലെവൽ എന്നൊക്കെ പറഞ്ഞ് വായിട്ടളിക്കും. പിന്നെ സ്റ്റോറി ടെല്ലിംഗിലും ഒരുപാട് വ്യത്യാസമുണ്ട്. പൊതുവെ കാർട്ടൂൺസിലൊക്കെ ഓരോ എപ്പിസോഡ് എടുക്കുകയാണെങ്കിൽ അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, മിഡ് പോയിന്റ് ഉണ്ട്, എൻഡ് പോയിന്റ് ഉണ്ട്. പക്ഷേ ആനിമയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എപ്പിസോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ അറ്റാക്ക് ഓൺ ടൈറ്റന്റെ ഏതെങ്കിലും ഒരു എപ്പിസോഡ് നിങ്ങൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു കോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ആരൊക്കെയോ വരുന്നു, ആരൊക്കെയോ പോകുന്നു, എന്തിനൊക്കെയോ തല്ലു കൂടുന്നു, എന്തൊക്കെയോ രൂപങ്ങൾ വരുന്നു, അത്രേ ഉള്ളൂ. വെസ്റ്റേൺ സൈഡിൽ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്, ഓരോന്നും പടപെട്ടാന്ന് പറഞ്ഞു. ബട്ട് ആനിമി സൈഡിൽ അവരെല്ലാം ഭയങ്കര സ്ലോ ആയിട്ടാണ് ബിൽഡ് ചെയ്യുക. ഒരുപാട് ക്യാരക്ടേഴ്സും അവരുടെ ഫ്ലാഷ് ബാക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡയലോഗും പിന്നെ പറയാതെ പറയുന്ന പല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും എല്ലാത്തിനെയും ബിൽഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നറൂട്ടോ എന്ന സീരീസിൽ മൊത്തം 10-700 വരെ എപ്പിസോഡ് വരുന്നുണ്ട്. പക്ഷെ അതിലാകെ 24 എപ്പിസോഡിൽ മാത്രമാണ് ഇറ്റാച്ചി ഉച്ചിഹ വരുന്നത്. പക്ഷെ ആ ഒരു ഹോൾ സീരീസിന്റെ ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് ഇറ്റാച്ചി തന്നെയാണ്. ഹൗ ഇസ് ഇറ്റ് ഇവൻ പോസിബിൾ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം മറ്റ് ക്യാരക്ടേഴ്സ് വെച്ച് ഈ ഒരു ഇറ്റാച്ചിക്ക് കൊടുക്കുന്ന ബിൽഡപ്പ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. ഇറ്റാച്ചി ആരാണ് എന്താണെന്നൊക്കെ മറ്റുള്ളവരിലൂടെ നമ്മൾ അറിഞ്ഞിട്ട് ശരിക്കും അദ്ദേഹം ആരാണെന്ന് അറിയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറൊരു ലെവലിലാണ്. എന്ന് വെച്ചാൽ എല്ലാ കാർട്ടൂൺസും ഫോർമുലയെ കാണുന്നല്ല ഞാൻ പറയുന്നത്, ചിലതല്ലാത്തതും ഉണ്ട്. ഒരു എപ്പിസോഡിൽ തന്നെ സ്റ്റാർട്ടും മിഡും എൻഡും ഉള്ള രീതിയിലല്ലാതെ എപ്പിസോഡുകളായിട്ട് ആ ഒരു ഫ്ലോ കൊണ്ടുപോയി ആർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാർട്ടൂൺസും ഉണ്ട്. ബട്ട് മോസ്റ്റ്ലി അവയെല്ലാം തന്നെ എപ്പിസോഡിക് വൈസ് ആണ്. ഇങ്ങനെയുള്ള ആർക്ക് വൈസ് പോകുന്നത് ഭയങ്കര വിരളമായിരിക്കും. പിന്നെ ആർട്ട് സ്റ്റൈലും ആനിമേഷൻ സ്റ്റൈലും അത് ഭയങ്കര വ്യത്യാസം കൊണ്ടുവരുന്നുണ്ട് രണ്ടെണ്ണത്തിലും. ആനിമേസിൽ പൊതുവെ നമ്മൾ വിഷ്വലി സ്റ്റൺ ചെയ്യുന്ന സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൺവേ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും. മികച്ച ഉദാഹരണങ്ങളാണ് ഡീമൺ സ്ലെയറും വയലറ്റ് അവഗാർഡനും ഫയർഫോഴ്സ് ഒക്കെ. റീസെന്റ് ആയിട്ട് വന്ന ബോജാക് ഹോസ്മാൻ എടുക്കുകയാണെങ്കിലും അത് ഒരിക്കലും ഡീമൺ സ്ലെയർ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും രണ്ട് തരത്തിലിരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ കാർട്ടൂൺ എടുക്കുകയാണെങ്കിൽ അവർ പൊതുവെ ഈ ഒരു എപ്പിസോഡിന്റെ കൗണ്ട് തന്നെ വലിയ ബോധമല്ല, ഓരോന്നും ഓരോ രീതിയിൽ പോകുന്നുണ്ട്. സീസൺ 1 ചിലപ്പോൾ 20 എപ്പിസോഡും പിന്നീട് 44 എപ്പിസോഡ് വരും. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത രീതിയിലൊക്കെ എപ്പിസോഡ് കൊണ്ട് വേരി ആവും. പക്ഷെ ആനിമയിൽ അങ്ങനെയല്ല. സീസൺ 1 ഒരു 24 എപ്പിസോഡോ അല്ലെങ്കിൽ ഒരു 12 എപ്പിസോഡോ ഈ ഒരു രീതിയിൽ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറവിലൊക്കെ ഇവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. അത് ഓരോ എപ്പിസോഡ് ഓരോ ആഴ്ചയൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. അതിലും അറ്റാക്ക് ഓൺ ടൈറ്റൻ കാരണം പുതിയൊരു ശീലം കൊണ്ടുവന്നിരിക്കുകയാണ്, പാർട്ടായിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു സീസൺ ആണെങ്കിൽ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിലൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കാർട്ടൂൺ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. അവർ മൊത്തം ഒറ്റ സീസൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് എപ്പിസോഡ് അറ്റ് ദ സെയിം ടൈം ഒക്കെയാണ് അവർ റിലീസ് ചെയ്യുന്നത്. ഡിലേ എന്ന് പറയുന്ന ഒരു കാര്യം ആനിമയിൽ സംഭവിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും മാംഗ പാനൽസിനോട് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. മോസ്റ്റ് ഓഫ് ദ ആനിമേസും ഈ ഒരു മാംഗയെ അഡാപ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാംഗ ഈ ഒരു ആനിമയെക്കാളും കുറച്ച് മുമ്പിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടി തന്നെ അവർ ചില ബ്രേക്ക് ഒക്കെ എടുക്കാറുണ്ട്. ആ ബ്രേക്ക് എടുക്കുമ്പോൾ അവർ എപ്പിസോഡ് ഒന്നും റിലീസ് ചെയ്യാതിരിക്കുന്നൊന്നുമില്ല, റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ മെയിൻ പ്ലോട്ടായിട്ട് കണക്ഷൻ ഒന്നും ഇല്ലാത്തതായിരിക്കും. ഇതിനെയാണ് പ്രധാനമായിട്ടും ഫില്ലർ എപ്പിസോഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതും ചില സീരീസിലൊക്കെ ഫില്ലർ എപ്പിസോഡൊക്കെ വരുന്നത് കണ്ണം ചാകരയാണ്, ചാകര അത്രയുണ്ട് ഫില്ലേഴ്സ്. അപ്പോൾ മാഗ് കുറച്ച് ഫ്രണ്ടിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ അടുത്ത ചാപ്റ്റർ വരാൻ വേണ്ടിയുള്ള ഒരു ഗ്യാപ്പിലാണ് ഇവർ ഈ ഒരു ഫില്ലർ എപ്പിസോഡ്സ് എല്ലാം ആഡ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഷോൺ ദ ഷീപ്പ് എന്ന് പറയുന്ന ഒരു കാർട്ടൂണൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. അത് ഈ കാണുന്ന കാർട്ടൂൺ ആനിമി പോലെ വരച്ച് അതിനെ ആനിമേറ്റ് ചെയ്തെടുക്കുന്നതല്ല. അവിടെ റിയൽ ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി അതിനെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എല്ലാം കൂട്ടി ചേർത്താണ് അവർ ആ ഒരു മോഷൻ ഉണ്ടാക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ
ഒരു സാധനം ഉണ്ടാക്കുന്നത്. അത് കാണുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും നല്ലൊരു അപ്പീലിംഗ് ഫീൽ കിട്ടും. എസ്പെഷ്യലി എനിക്ക് കിട്ടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്റ്റോപ്പ് മോഷൻ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടതിൽ തന്നെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് മാസ്റ്റർ ദ ഷെൽ വിത്ത് ഷൂസ് ഓൺ, ഗിലോമോ ഡെൽ ടോറോയുടെ മറ്റേ പിനോക്കിയോ, മാഡ് ഗോഡ് ഒക്കെ വേറെ ലെവൽ സാധനമാണത്. സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷെ അത് കാണാൻ ഭയങ്കര രസമാണത്. നിങ്ങൾക്ക് കുറച്ചറിയാം എന്ന് വിചാരിച്ച് കാണുന്ന എല്ലാം അടച്ചാക്ഷേപിക്കാൻ നിൽക്കരുത്. ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ എന്നൊക്കെ പറഞ്ഞ ഓരോ രാജ്യങ്ങളും അവരുടെ ആനിമേഷൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരുടെ ആ ഒരു രാജ്യത്തിന്റെ പേര് വെച്ച് ആനിമേഷൻ എന്ന് വിളിക്കുന്നല്ലാതെ ഒരു പ്രത്യേക ഒരു ടെക്നിക്കൽ ടേം അവർ കൊടുത്തിട്ടില്ല. ബട്ട് ജാപ്പനീസ് ആനിമേഷൻ അവർ ആനിമി എന്ന ഒരു പേര് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതാണടാ ബെസ്റ്റ്, ബാക്കിയെല്ലാം വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് നിൽക്കരുത്. ആനിമി ഗംഭീരമാണ്, അതിലൊരു സംശയവും ഇല്ല. അത് വേറൊരു രണ്ടാമത്തെ ഒപ്പീനിയൻ പോകേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം ഇതിനേക്കാളും താഴെയാണ് എന്നൊരു തീരുമാനത്തിൽ എത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.